അയ്യോ ഇതെന്തുവാടാ മക്കളെ? അടിച്ച് പറിച്ച് കടുവ. ഞങ്ങളെ പൂപ്പാറയെന്നാ സാർ ഒറ്റ രാത്രി കൊണ്ട് കടുവയെ മല്ലിട്ട് അതിനെ കൊന്നു. കൊന്നോ? സാറേ എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഇച്ചിരി ധൃതിയുണ്ടേ. അല്ല, കടുവയെ പിടിച്ചതിന്റെ ഒരു വലിയ സ്വീകരണം ഞങ്ങൾ നാട്ടിൽ ഒരുക്കുന്നുണ്ട്. കുടുംബസമേതം എല്ലാരും വരണം. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. നടക്ക് മക്കളെ. ഈ പതുക്കെ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. നല്ല കാര്യം ഉണ്ടായിരുന്നു ഇതിന്റെയൊക്കെ. മുഖം മൊത്തവും മാന്തി പറിച്ച്. അയ്യോ ഇരിക്കി പതുക്കെ അവന്റെ അല്ല ഇങ്ങോട്ട് മാറ്റ്. എടാ സത്യത്തിൽ എന്താടാ സംഭവിച്ചത്? നാട്ടുകാർ ടെന്റ് അടിച്ച സ്ഥലത്തേക്ക് കടുവ വന്ന് കയറി അമ്മ. ടെന്റ് അടിക്കാൻ ഉപയോഗിച്ച കമ്പി എൻ്റെ ഉണ്ടായിരുന്നു. കടുവ ചാടി ഉണ്ടപ്പോ ഞാൻ എടുത്ത് കാണിച്ചു. അതിൽ കുത്തിക്കയറി കടുവ ചത്തുപോയി അമ്മ. അത് നിന്നെ കടിച്ച് കീറില്ലായിരുന്നല്ലോടാ മക്കളെ. എന്തായാലും നീ നാട്ടുകാരെ മൊത്തം രക്ഷിച്ചതല്ലേ. ഞാൻ കടുവയെ കൊന്നച്ച. എനിക്ക് ഭയങ്കര സങ്കടം. എന്റെ മുഖമൊക്കെ നീറണമ്മ. നിന്നോട് കയ്യും കാലും പിടിച്ച് പറഞ്ഞതല്ലേ, പിടിക്കാണ്ട് വീഴും ഇപ്പൊ. അയ്യോ പോകണ്ട അത് എത്ര പ്രാവശ്യം പറഞ്ഞാ ചെറുക്ക. അപ്പൊ ത്രില്ലടിക്കാൻ പോയതല്ലേ, അനുഭവിക്കാൻ നീറുന്നുണ്ടെങ്കിൽ. എനിക്ക് കിടക്കണം. നമ്മളാരും പറഞ്ഞാൽ നീ അനുസരിക്കത്തില്ലല്ലോ. അങ്ങനെ ഒരു സ്വഭാവം ഇല്ലല്ലോ ചെറുപ്പം തൊട്ട്. എനിക്കൊന്ന് കിടക്കണം. പിടിക്ക് റൂമിലോട്ട് കൊണ്ടുപോകാം. മുറി കൊണ്ട് കിടത്താം. പതുക്കെ നിങ്ങൾ ആ രാജും വൈദ്യനെ ഒന്ന് വിളിച്ചു ചോദിക്കിനി എന്തൊക്കെ തേക്കണം മോന്തേല്. ഞാൻ വിളിച്ചോളാം. ആദ്യം ഇത് കൊണ്ട് കിടത്തട്ട്. എത്ര ദിവസം എടുക്കുവോ? ഒന്നെങ്കിൽ ആടിന്റെ തൊഴി, അല്ലെങ്കിൽ ഞമ്പലും പറയും. മുരുക പുലി മുരുക, ഇത് പ്ലാവില വീട്ടിലെ പുലി മുരുക. മതി മക്കളെ, പാടാതെടാ മോളെ. അതിരാവിലെയാണ് ഞങ്ങൾ ടെന്റിലോട്ട് കയറിയത്. ഉറങ്ങാൻ വേണ്ടി കിടക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് എന്തോ ഒരു സാധനം അച്ഛൻ്റെ പുറത്തോട്ട് ചാടി വീണു. അച്ഛൻ തെറിച്ച് വീണു മക്കളെ. വീണ കിടപ്പിൽ അച്ഛൻ നോക്കിയപ്പോഴത്തേക്കാണ് കടുവ അടുത്ത് വന്നപ്പോഴേ അച്ഛൻ ഇങ്ങനെ നോക്കി. കടുവ അച്ഛനെ നോക്കി, എന്നിട്ട് ചിരിച്ചു മക്കളെ. എന്നിട്ട് ഒറ്റ അടി. നമ്മള് കാണുന്ന പോലെ അല്ല മക്കളെ. കടുവയെ കാണാൻ എന്ത് ഭംഗിയാന്നറിയാം. ഭംഗിയോ? നല്ല ഭംഗിയാ. അച്ഛ കൂടുതൽ ഒന്നും ആലോചിക്കണ്ട, റെസ്റ്റ് എടുക്ക്. കടുവ കരയല്ലേ അച്ഛാ. അച്ഛൻ എന്ത് കരയണത്? പാസ്റ്റ് ഈസ് പാസ്റ്റ്, വിട്ടുകളാ. വേദനിക്കുന്ന മക്കളെ. ആ സാരമില്ല, കുറച്ച് നാൾ മരുന്നൊക്കെ പെരട്ടുമ്പോ വേദന അങ്ങ് മാറിക്കോളൂ. കരാണ്ടിരി. കടുവ തലങ്ങ് വിലങ്ങ് വരഞ്ഞ മക്കളെ. മോനെ വാടാ. നിനക്ക് കടുവാനകം വേണോന്ന് പറഞ്ഞില്ലേ? നഖമില്ല, കടുവ വരഞ്ഞ വരയുണ്ടോ ചുറ്റിന് മക്കളെടുത്തോടാ. കരാണ്ടിരിക്ക അച്ഛാ. പാവം കടുവ. അച്ഛ കിടക്ക്, കുറച്ച് മരുന്നൊക്കെ തരാം. കിടക്കവിടെ. മക്കളെ ഫോൺ ഇറങ്ങിയാണ് എടുത്തരും. എവിടെ? ഓ എന്നാ ഹലോ, നമസ്കാരം സാർ. അയ്യോ സാറേ ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല സാറേ. ഓ അറിയാതെ പറ്റിപ്പോയതാണ് സാറേ. ടെന്റില് CCTV ക്യാമറ ഉണ്ട്. സാറ് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും, കാണാൻ പറ്റും. അയ്യോ അങ്ങനെ പറയല്ല സാറേ. എനിക്ക് കുടുംബ പിള്ളേരുണ്ട് സാറേ. അച്ഛ എന്തു പറ്റി അച്ഛാ? അച്ഛാ എന്തു പറ്റി?
അച്ഛനതിന് കേസ് എടുത്ത് മക്കളെ. അച്ഛൻ നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം അച്ഛൻ കൊടും കുറ്റമാണ് ചെയ്ത്. അച്ഛ കരാണ്ടിരിക്കും അതൊക്കെ നേരെ ആയിക്കോളും. അച്ഛാ അത് സാരില്ല, അത് വിട്ടുകളാ. നമുക്ക് അപ്പൂപ്പണെന്ന് പറഞ്ഞ എന്തെങ്കിലും ചെയ്യാം നമുക്ക്. അപ്പൂപ്പന്റെ